മന്ത്രി കെ രാധാകൃഷ്ണൻ സംസ്ഥാന ക്യാബിനറ്റിൽ നിന്ന് പാർലമെന്റ് അംഗമായി പോവുകയാണ്. ഇന്ന് അദ്ദേഹം രാജി സമർപ്പിക്കുകയാണ്. ഏതായാലും ഈ മന്ത്രിസഭയുടെ കാലാവധിയിൽ അങ്ങ് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പൊതു വിലയിരുത്തൽ, നാനാർ മന്ത്രിസഭയിലേക്ക് ചെറുപ്പത്തിൽ വന്ന അനുഭവം, അവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും പടിയിറങ്ങുമ്പോൾ എന്താണ് അനുഭവമായി കൊണ്ടുപോകുന്നത്? അത് എന്നെ ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്ര കഴിവുള്ള ആളാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ ശേഷിക്കും കഴിവിനും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാനാണ് ശ്രമിച്ചത്. ഈ 3 വർഷക്കാലവും അത് തന്നെയാണ് ചെയ്തത്. ഈ വകുപ്പിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. ഈ വകുപ്പിലൂടെ ഈ വിഭാഗത്തിന് കൂടുതൽ മെച്ചപ്പെട്ട അന്തരീക്ഷത്തിലേക്ക് വരാം, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ അവർക്ക് ഉയർന്നു വരാൻ കഴിയുന്ന എല്ലാ മേഖലയിലേക്കും തിരിച്ചുവിടാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം ഉണ്ടായി. അതിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും എത്താറായിട്ടില്ല. കുറച്ചും കൂടി കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് കുറേയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആധുനിക രീതിയിൽ അവർക്ക് വളർന്നു വരാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സെൽഫ് സഫിഷ്യന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം നടത്തി. മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് അന്ന്. ഈ സമയത്താണ് പാർലമെന്റിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ പ്രത്യേകിച്ച് SC/ST വകുപ്പ്, അതിന്റെ ഒരു പ്രവർത്തനം ആകെ മാറ്റാൻ കഴിഞ്ഞു. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അവിടെയും ഒരു സാമൂഹിക പരിഷ്കരണം, അങ്ങനെ ആ ഒരു പരിഷ്കാരം വരാൻ തീർച്ചയായിട്ടും ഇപ്പം നമ്മളെ ദേവസ്വം ബോർഡുകളിൽ പിന്നെ അവിടെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. പക്ഷെ ഇതുവരെ അവിടെ ഒരു റിസർവേഷൻ അടിസ്ഥാനത്തിലല്ല അവിടെ നിയമനം നടന്നത്. അപ്പോൾ ദേവസ്വം ബോർഡുകളിലെങ്കിലും ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലെ എയ്ഡഡ് മേഖലയാണ്, അത് സ്കൂളുകളെ പോലെ തന്നെയാണ്. എയ്ഡഡ് സെക്ടറാണ് നമ്മുടെ ദേവസ്വം ബോർഡ്. അവിടെ സ്കൂളുകളിൽ കോളേജുകളുണ്ട്. ആ കോളേജുകളിലും സ്കൂളുകളിലും ടീച്ചിങ് സ്റ്റാഫിന്റെയും നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെയും റിസർവേഷനിലൂടെ എടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 29-ന് ഉത്തരവിറക്കുകയും അത് ദേവസ്വം ബോർഡുകൾ നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകുകയും ചെയ്യും. അതൊരു വലിയ ചേഞ്ചാണ്. അതായത് ഇതുവരെ ദേവസ്വം ബോർഡുകളിലെ സ്കൂളിലോ കോളേജിലോ നിയമനത്തിൽ റിസർവേഷൻ ഉണ്ടായിരുന്നു. ആ റിസർവേഷൻ നടപ്പിലാക്കാൻ കഴിയുന്നത് ആ മേഖലയിലെ സാമൂഹിക നീതിയുടെ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡുകളിലെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കി. നമുക്കറിയാം, എപ്പോഴും വലിയ രീതിയിലുള്ള അഴിമതിയുടെ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയായിരുന്നു. അതെല്ലാം വളരെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തി. അപ്പോൾ ക്ഷേത്രങ്ങളെ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളെ നമ്മുടെ മനുഷ്യന് ഉപകാരപ്രദമായി മാറ്റുന്നതിന് വേണ്ടിയാണ് ദേവാങ്കണം ചാരുഹരിതം എന്നുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുക. അത് വലിയ രീതിയിലുള്ള നേട്ടമാണ് ഉണ്ടാക്കാൻ. ഒരുപാട് പേര് ആഗ്രഹിച്ചു എന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ട്. കാരണം അങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയിപ്പോവും, അതുകൊണ്ട് തോറ്റാൽ നല്ലതെന്ന് പലരും ആഗ്രഹിച്ചു. അതെ അതെ. അപ്പോ ഇത്രയും നല്ല കമ്മ്യൂണിസ്റ്റ് ആയതും ഭയങ്കര നന്മയുള്ള മനുഷ്യനായതും ഒരാളെ നഷ്ടപ്പെടാൻ കൂടി ഇടയാക്കിയെന്ന് കരുതുന്നുണ്ടോ? നഷ്ടപ്പെടുകയല്ലോ, ആത്യന്തികമായിട്ട് നമ്മളൊരു ദിവസം നഷ്ടപ്പെടും. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നമ്മുടെ ഒരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ച് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടി നമ്മൾ പാർലമെന്റിലേക്ക് പോകുന്നു. അതൊരു ഉത്തരവാദിത്തമാണ്. VS സുനിൽകുമാറും അങ്ങുമായിട്ടുള്ള ഒരു സംഭാഷണം അങ്ങയുടെ വീട്ടിലിരുന്നുള്ളത് കണ്ടിരുന്നു. അതിൽ അങ്ങയുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഡൽഹിയിലേക്ക് പോകുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, വിവാഹിതരായിരുന്നെങ്കിൽ. നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് പോവാണ്. ലാസ്റ്റ് നോളജ് സിറ്റി നമ്മുടെ അംബേദ്കർ ഭവൻ നോളജ് സിറ്റി ആയിട്ട് മാറ്റുകയാണ്. അത് മണ്ണന്തലയിൽ നോളജ് സിറ്റി ആക്കുന്ന അവിടെ നമ്മളെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഓഫീസ്, പ്രീ എക്സാമിനേഷൻ, അതായത് വെർച്വൽ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെന്റർ, അങ്ങനെ തുടങ്ങിയ എല്ലാ പരിപാടികളും അവിടെ കേന്ദ്രീകരിക്കാൻ വേണ്ടി നോളജ് സിറ്റിയാക്കി മാറ്റി. എല്ലാ ആശംസകളും.